പക്ഷെ ഒന്ന് ഞാൻ പറയാം, ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരുണ്ട്, ഈ നാട്ടിലെ പൗരപ്രമുഖരുണ്ട്, പ്രധാനികളുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം, അന്ന് ആ കൊലപാതകം നടന്ന അന്ന് മുതൽ ഒരുപക്ഷെ ഈ നിമിഷം വരെ ഉസ്താദിന്റെ മക്കളുമായും നാട്ടുകാരുമായും അത്തരം കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്നവരുമായും നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാധാരണ സംഘടനാ പ്രവർത്തകൻ എന്ന നിലയിൽ എന്റെ പരിമിതമായ അറിവ് കൊണ്ടും അന്വേഷണത്തിലും ബോധ്യമായ ഒരു സംഗതി ഞാൻ പറയാം. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച, അതിന്റെ ഗൂഢാലോചനയിൽ പങ്കാളിത്തം വഹിച്ച ഈ കൊലപാതകളെയും കൊലപാതകത്തിന് ഗൂഢാലോചന വഹിച്ച ആളുകളെയും പുറത്തു കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കാസർഗോഡ് ജില്ലയിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയും ആത്മാർത്ഥമായി യാതൊരു പ്രക്ഷോഭത്തിനും മുന്നോട്ട് വരില്ല എന്നാണ് ഈ കേസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രം. ഒരിക്കലും മുന്നോട്ട് വരാൻ കഴിയില്ല. ഞാനിതൊരു വെല്ലുവിളിയായി പറയുന്നു. ഒരിക്കലും കാസർഗോഡ് ജില്ലയിലെ ഒരു രാഷ്ട്രീയ പാർട്ടി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആത്മാർത്ഥമായ ഒരന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ആ ലക്ഷ്യം സഫലമാകുന്നവരെ നിരന്തരമായ ഒരു അന്വേഷണത്തിന്, നിരന്തരമായ ഒരു പ്രക്ഷോഭത്തിന് മുന്നോട്ട് വരാൻ കഴിയില്ല. കാരണം എല്ലാവർക്കും പങ്കാളിത്തം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ചില ഗൂഢാലോചന ഇതിന്റെ പിന്നിലുണ്ട്. ഇത് ചെയ്തത് കേവലം ഒരു കൊട്ടേഷൻ സംഘമായിരിക്കാം. ചെയ്തവർക്ക് ഒരു പക്ഷേ രാഷ്ട്രീയം ഉണ്ടാകില്ല, അവർ പണത്തിനു വേണ്ടി ചെയ്തതായിരിക്കാം. പക്ഷേ ഈ കൊട്ടേഷൻ സംഘത്തെ രൂപകൽപ്പന ചെയ്തതിന്റെ പിന്നിൽ ഇവിടുത്തെ എല്ലാ വിഭാഗം ആളുകളെയും പങ്കാളിത്തമുണ്ടാക്കി, ഞാൻ എന്നെ കുടുക്കിയാൽ നിന്നെയും കൊടുക്കുമെന്ന് പറയാൻ പറ്റാവുന്ന തലത്തിലേക്ക് ഈ വിഷയത്തിൽ വലിയ സാങ്കേതികത്വം ഉണ്ടാക്കി, വലിയ ഊരാക്കുടുക്കുണ്ടാക്കിയിട്ടാണ് ഈ പദ്ധതി ആസൂത്രണം ചെയ്തത് എന്ന് തിരിച്ചറിയാൻ കൂടുതൽ ബുദ്ധി വേണ്ട. ഇതുമായി ബന്ധപ്പെട്ട കേസന്വേഷണത്തിന്റെ വിവിധ മേഖലകൾ പരിശോധിച്ചാൽ ആർക്കും ബോധ്യമാകുന്ന സംഗതിയാണ്. അതുകൊണ്ട് ഈ വിഷയത്തിലെ ദുരൂഹതകൾ നീക്കാനുള്ള നമ്മുടെ മുമ്പിലുള്ള ഏക പോംവഴി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ജുഡീഷ്യറിയിൽ നമുക്കൊരിക്കലും വിശ്വാസം നഷ്ടപ്പെടാൻ സമയമായിട്ടില്ല. ഈ രാജ്യത്തെ കോടതിയിൽ നിന്ന് നീതി ലഭ്യമാകണമെന്ന ആവശ്യത്തിൽ നിന്ന് പിന്തിരിയാൻ സമയമായിട്ടില്ല. നമുക്കറിയാം, രാജ്യം നരേന്ദ്രമോദി ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ആ നരേന്ദ്രമോദിക്കെതിരായ കുറ്റപത്രങ്ങൾ സമർപ്പിക്കപ്പെടുന്ന നാടാണിത്. ഈ രാജ്യത്തെ ഫാസിസ്റ്റുകൾ വലിയ കൂട്ടക്കശാപ്പുകൾ നടത്തിയപ്പോ ആ കശാപ്പിന് നേതൃത്വം കൊടുത്ത ആളുകൾ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കസേരയിലും മറ്റു ക്യാബിനറ്റ് മന്ത്രി കസേരകളിലും എത്തിയപ്പോഴും അത്തരം ആളുകൾ ഒരു കാലത്ത് ചെയ്തു വെച്ചിട്ടുള്ള കൊടും ക്രൂരതകളെ കുറിച്ച് ഈ രാജ്യത്തെ കോടതിക്ക് മുമ്പാകെ തെളിയിക്കാൻ ഈ രാജ്യത്ത് അവസരമുണ്ട്. ഒരുപക്ഷെ അവർ പ്രതികൾ ആരാണെന്നെങ്കിലും മിനിമം തിരിച്ചറിയാനും ശിക്ഷിക്കപ്പെടാൻ ഒരുപക്ഷെ സമയം വൈകിയേക്കാം. പക്ഷേ പ്രതികൾ ഇന്നവരാണെന്നെങ്കിലും ഈ രാജ്യത്തെ പൊതുസമൂഹത്തിന് തിരിച്ചറിയാൻ കഴിയുന്ന രീതിയിലേക്ക് ഇന്ത്യയുടെ ജുഡീഷ്യറി ഇന്നും ശക്തമാണ് എന്ന ആ ആത്മവിശ്വാസത്തോടുകൂടി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന കേസുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടത്തിൽ നാം സജീവമായ പങ്കാളിത്തം ഉണ്ടാവണം. ആത്മാർത്ഥമായി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന എല്ലാ മുന്നേറ്റങ്ങളിലും പങ്കാളിത്തം വഹിക്കണമെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്.